ഡോക്ടർ തോമസ് ഐസക്, 4 ദിവസം മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഡ്ജൂഡിക്കേറ്റിംഗ് വിഭാഗം താങ്കൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. മുൻപ് ഇ ഡി നോട്ടീസ് അയച്ചപ്പോൾ, സമൻ ചെയ്തപ്പോൾ ഹാജരായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ നോട്ടീസ് കൈപ്പറ്റി 30 ദിവസത്തിനകം വിശദീകരണം നൽകണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിശദീകരണം നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നിശ്ചയമായിട്ടും വിശദീകരണം നൽകുന്നത്. നേരത്തെ എന്നോട് ഹാജരാവാൻ ആവശ്യപ്പെട്ടു. ഹാജരാവാൻ ആവശ്യപ്പെട്ടപ്പോൾ ലളിതമായൊരു ചോദ്യം ചോദിച്ചു, എന്തിനു വേണ്ടി എന്നെ വിളിപ്പിക്കുന്നത്, എന്താ ചാർജ് ഷീറ്റ്? ഇത്രയും വർഷത്തിനിടയിൽ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇടിക്ക് കഴിഞ്ഞിട്ടില്ല. നോട്ടീസുകൾ പല അഴിച്ചിട്ടുണ്ട്, ഈ ചോദ്യത്തിന് മറുപടിയില്ല. കോടതിയും പറഞ്ഞു ആ പൗരന് ചില അവകാശമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇതെങ്കിലും പറയാൻ പറ്റിയില്ല. ഇപ്പോൾ ഉള്ള നോട്ടീസ് എന്താ? കിഫ്ബിക്ക് വായ്പ എടുക്കാൻ അവകാശമില്ല എന്നല്ല, വായ്പ എടുത്തൽ എന്തെങ്കിലും ക്രമക്കേടുണ്ട് എന്നല്ല, മറിച്ച് വായ്പ എടുത്ത പണം നാടിൻ്റെ വികസന പ്രവർത്തനയ്ക്ക് വേണ്ടി ചെലവഴിച്ചപ്പോൾ ഭൂമി വാങ്ങാൻ മസാല ബോണ്ട് വഴിയുള്ള പണം ഉപയോഗിക്കാൻ പാടില്ല എന്ന RBI നിബന്ധനയുണ്ട്. ഇതാണ് വാദം. ഭൂമി വാങ്ങിയിട്ടില്ലെന്ന്, ഭൂമി അക്വയർ ചെയ്തിരിക്കുകയാണ്. ഇത് രണ്ടും രണ്ട് നിയമമാണ്. ഭൂമി വാങ്ങുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതേസമയത്ത് ഭൂമി അക്വയർ ചെയ്യുന്നത് വളരെ വിശദമായിട്ട് ഏതാനും വർഷം മുമ്പ് പാർലമെൻറ്റ് ഒരു പുതിയ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയും വിൽക്കാം, ഊഹക്കച്ചവടത്തിന് ഉപയോഗിക്കാം. അത് പാടില്ലെന്നാണ് നിയമം പറയുന്നത്. എന്നാൽ ലാൻഡ് അക്വിസിഷൻ ആക്ട് എടുത്തതാണെങ്കിലോ എന്താവശ്യത്തിന് വേണ്ടി എടുത്തോ അതിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് അതിൽ സ്പെക്കുലേഷൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ പറയാ, ഭൂമി വാങ്ങാൻ പാടില്ല, വാങ്ങിയിട്ടില്ല, അക്വിസിഷനാണ്, അത് അനുവദനീയമാണ്. ഇനി ഒരു കാര്യവും കൂടി പറയാം. ED കോട്ട് ചെയ്യുന്നതേ 2016 RBI ഗൈഡ് ലൈൻസ് ആണ്. 2019 ഈ ഗൈഡ് ലൈൻസ് പുതുക്കി. കിഫ്ബി വായ്പ വിനിയോഗിക്കുന്നതിന് മുമ്പ് ആ പുതുക്കിയ ഗൈഡ് ലൈൻസ് പ്രകാരം പർച്ചേസ് ഓഫ് ലാൻഡ് നിഷിദ്ധമാക്കുന്ന ക്ലോസ് എടുത്തു കളഞ്ഞു. പിന്നെ എന്താ കേസ് ഇവരുടെ? ഇത് EDക്ക് അറിയാത്തതൊന്നും അല്ല കേട്ടോ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വിവാദം സൃഷ്ടിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് നോട്ടീസ് കൊടുക്കാം. സ്വാഭാവികമായിട്ട് സെൻസേഷണൽ വാർത്തയാണ്. തൻ്റെ രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടി ഇത്തരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഉപകരണമായിട്ട്, ഒരു ഏജൻസിയായിട്ട് ED അധപതിച്ചിരിക്കുകയാണ്. അല്ല, ഈ ലാൻഡ് അക്വിസിഷൻ ആണ് എന്ന കാര്യം ഇഡിക്ക് അറിയാമല്ലോ ഡോക്ടർ ഐസക്. അവർ പറയുന്നത് തന്നെ, ഇൻ എ മീറ്റിംഗ് ഓഫ് സെക്കൻഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർഡ് ബൈ ഡോക്ടർ തോമസ് ഐസക്, then finance minister of Kerala, in agenda note 5, it is considered and resolved to give in principle approval to the projects and transfer the fund required for land acquisition directly to district collector's account എന്നാണ്. ഇപ്പോൾ ലാൻഡ് അക്വിസിഷൻ ആണ് നടന്നത് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അറിയാം എന്നിരിക്കെ അവിടെയും കേസ് കാണുന്നുണ്ട് ED. അറിഞ്ഞിട്ട് ചെയ്തിരിക്കുന്നതാണ്. അതാണ് ഞാൻ ബാധിക്കുക. ഏത് പർച്ചേസ് ഓഫ് ലാൻഡാണ് RBIയുടെ ഗൈഡ് ലൈൻസിൽ നിഷിദ്ധമാക്കിയിട്ടുള്ളത്, ലാൻഡ് അക്വിസിഷൻ അല്ല. ഇതാണ് എൻ്റെ വാദം. എന്തുകൊണ്ടാണ് പർച്ചേസ് ഓഫ് ലാൻഡ് നിഷിദ്ധമാക്കുന്നത്? ഭൂമി വിപണിയിൽ നിന്ന് വാങ്ങുന്ന ഒരാൾക്ക് അതിൻ്റെ മേൽ ടോട്ടൽ അധികാരമുണ്ട്. മറിച്ചു വെക്കുന്നതിനും എങ്ങനെ ഉപയോഗിക്കുന്നതിനും സ്പെക്കുലേഷൻ ഉപയോഗിക്കുന്നതിനൊക്കെ അവകാശമുണ്ട്. ലാൻഡ് അക്വിസിഷനിൽ ഇത്തരത്തിലുള്ള അവകാശങ്ങളില്ല. അതുകൊണ്ട് ഇത് രണ്ടും രണ്ടാണ്. EDക്കത് മനസ്സിലാകാത്ത കാര്യമൊന്നും ആയിരിക്കില്ല, മനസ്സിലായിട്ടും മണ്ടം കളിക്കേണ്ടോ. പക്ഷെ അതിനേക്കാൾ ഗൗരവ ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഫണ്ട് വിനിയോഗിക്കുന്ന കാലത്ത് RBI ഗൈഡ് ലൈൻസ് മാറ്റിയിട്ടുണ്ട്. അതിൽ പർച്ചേസ് ഓഫ് ലാൻഡ് പോലും നിഷിദ്ധ ലിസ്റ്റിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് EDയുടെ ഈ നോട്ടീസും ഷോക്കോസും ഒക്കെ ഉണ്ടല്ലോ, ഒരു പ്രാഥമിക
സ്ക്രൂട്ടിനിക്ക് പോലും നിലനിൽക്കാത്ത കാര്യമാണ്. ഇതിനെങ്ങനെയാണ് മറുപടി നൽകേണ്ടത്? ഇനി സുപ്രീം കോടതി കൊടുക്കണോ, അല്ലെങ്കിൽ ഇവിടെ വിസ്തീർണം കൊടുക്കണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി വന്നതിന് ശേഷം നിയമവകുപ്പ് തീരുമാനിക്കും. ഞാനിപ്പോ അതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തം, ഇത് പ്രാഥമിക സ്ക്രൂട്ടിനിക്ക് നിൽക്കാത്തതാണ്. അങ്ങേക്ക് എതിരെ മാത്രമല്ല കിഫ്ബി ചെയർമാൻ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിക്കും ഉണ്ട് ഷോക്കോസ് നോട്ടീസ്. കെ എം എബ്രഹാമിനും തോമസ് ഐസക്കിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് ഷോക്കോസ് നോട്ടീസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കേരള മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണല്ലോ ഇതിലെ രാഷ്ട്രീയമായ സാഹചര്യം. സ്ക്രൂട്ടിനിക്ക് നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തേതാണ്. ഇപ്പോൾ കേരള മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വിശദീകരണം നൽകേണ്ടി വരുന്നു ഇ ഡിയുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് എന്നുള്ളത് രാഷ്ട്രീയമായ ഒരു തിരിച്ചടിയായി മാറുമോ? കേരളത്തിലെ ജനങ്ങളുടെ ഞങ്ങൾ പറയാൻ പോയാണ്, ബോർഡ് വെക്കും ഓരോ സ്ഥലത്തും. ദേ ഈ റോഡ് പണിതതിന്, ഈ സാംസ്കാരിക നിലയം പണിതതിന്, ഈ സ്കൂളിന് ഭൂമി എടുത്തതിന്, ഈ ഇങ്ങനെ പാലത്തിന് ഭൂമി എടുത്തതിന് കേസാണ് കേട്ടോ ഇടിയിട്ടത്. BJPയുടെ UDF പിന്തുണയോടുകൂടി ഞങ്ങളിത് രാഷ്ട്രീയമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്താ വിചാരിച്ചേ? അതിശരി, കൈയിട്ടിരിക്കുന്ന ഇത് രാഷ്ട്രീയ നീക്കമാണ്. രാഷ്ട്രീയമായിട്ട് ഇതിനെ നേരിടും. ഇത് തെരഞ്ഞെടുപ്പിൽ വിഷയം തന്നെയാണ്. പറഞ്ഞല്ലോ, ഏതൊക്കെ പ്രൊജക്റ്റിന്റെ പേരിലാണോ ഈ ഷോക്കോസ് വന്നിരിക്കുന്നത് അവിടെയൊക്കെ കിഫ്ബിയുടെ ബോർഡ് വരും. അവിടെയൊക്കെ ജനങ്ങളോട് വിശദീകരിക്കും. നോക്കാന്ന് കേരളത്തിലെ ജനങ്ങൾ എവിടെ നിൽക്കും എന്നുള്ളത് നമുക്ക് നോക്കാം.